വെൽക്കം ടു ഓൾ. റൂഫ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി അതിൻ്റെ സിലബസ് ഒന്ന് കാണാം. ഇതാണ് റൂഫിൻ്റെ സിലബസ്. ഇതിൽ ഫ്ലാറ്റ് ആൻഡ് പിച്ച്ഡ് റൂഫ്, സ്ലോപ്പ് ഓഫ് പിച്ചസ്, റൂഫ് കവറിംഗ് മെറ്റീരിയൽസ്, ഇത്രയും ഭാഗമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി എന്താണ് റൂഫ് അഥവാ മേൽക്കൂര? ഒരു കെട്ടിടത്തിനെ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും എല്ലാം സംരക്ഷിച്ചു നിർത്തുന്ന അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് റൂഫ് അഥവാ മേൽക്കൂര. റൂഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മുകളിലത്തെ നില, അതിൻ്റെ തറ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു മേൽക്കൂരയും നിർമ്മിക്കുന്നത്. ഇപ്പം രണ്ടട്ടി നിലയാണെങ്കിൽ മുകളിലത്തെ നിലയിൽ നമ്മൾ തറ ഉണ്ടാക്കിയില്ലേ, ആ അപ്പർ ഫ്ലോറ് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ മേൽക്കൂരയും നിർമ്മിക്കുന്നത്. അതിൻ്റെ ആകൃതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ റൂഫിലെ മേൽക്കൂരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മേൽക്കൂരയ്ക്ക് നൽകുന്ന കവറിങ്, അല്ലേ? ഇപ്പോൾ സാധാരണ നമ്മൾ മേൽക്കൂരയ്ക്ക് കവറിങ് നൽകാൻ വേണ്ടിയിട്ട് AC ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ബസ്റ്റോ സിമെൻറ്റ് ഷീറ്റ്, GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, വുഡൻ ഷിംഗിൾസ്. AC ഷീറ്റും GI ഷീറ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലേ? ഇനി വുഡൻ ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? മരത്തിൽ നിന്നെടുത്ത് ചെറിയ മരത്തിൻ്റെ സ്ട്രിപ്പ്, ചെറിയ കഷ്ണങ്ങളെയാണ് നമ്മൾ വുഡൻ ഷിംഗിൾസ് എന്ന് പറയുന്നത്. ടൈൽസ് നമുക്കറിയാം, അല്ലേ? പിന്നെ അതേപോലെ സ്ലാബ്, ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ മേൽക്കൂരയ്ക്ക് നമ്മൾ കവറിങ് നൽകാറുള്ളത്. ഇനി ഒരു റൂഫിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ്? ഒരു റൂഫിന് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടതെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ എഗെയിൻസ്റ്റ് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് വേരിയസ് ഏജൻസി സച്ച് ആസ് എ വിൻഡ്, റെയിൻ, സൺ. മഴ, കാറ്റ്, സൂര്യപ്രകാശം എന്നിങ്ങനെയുള്ള വ്യതിയാനങ്ങളിൽ നിന്നും ഒക്കെ കുറേ കാലം അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിലനിൽക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം നമ്മുടെ റൂഫ്. ഒന്നുകൂടെ പറയാം, വിൻഡ് അതായത് കാറ്റ്, മഴ, സൂര്യപ്രകാശം എന്നിവയിൽ നിന്നൊക്കെ കുറേ കാലം അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിലനിൽക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ റൂഫ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ റൂഫ് അതായത് മേൽക്കൂര താപത്തിനെയും അതേപോലെ തന്നെ ശബ്ദത്തെയും കടത്തിവിടരുത്. മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ഈ മേൽക്കൂരയാകുമ്പോൾ അതിന് മുകളിൽ കുറേ ഭാരം വരും, അല്ലേ? എന്തൊക്കെ ഭാരം വരാം? ആ മേൽക്കൂരയുടെ സ്വന്തം വെയിറ്റ് വരാം. അതാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ വിൻഡ്, കാറ്റ് പോകുന്നതിന് ഫലമായിട്ട് ആ കാറ്റും മേൽക്കൂരയിലൊരു ഭാരം കൊടുക്കും. അതാണ് വിൻഡ് ലോഡ്. പിന്നെ ലൈവ് ലോഡ്, അങ്ങനെ കുറേ ഭാരങ്ങൾ നമ്മുടെ മേൽക്കൂരയിൽ വരുന്നുണ്ട്. ഈ ഭാരങ്ങളെയൊക്കെ താങ്ങി നിർത്താനുള്ള കഴിവ് മേൽക്കൂരയ്ക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് ഇറ്റ് ഷുഡ് ബി വെൽ ഡ്രെയിൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകണം, അവിടെ കെട്ടി നിൽക്കരുത്. അപ്പോൾ ഒരു നല്ല റൂഫാകുമ്പം ആ വെള്ളമൊക്കെ എന്തായിരിക്കണം? ഒലിച്ചു പോകണം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എഫിഷ്യൻറ്റ് വാട്ടർ പ്രൂഫിങ് അറേഞ്ച്മെൻറ്റ്. അതായത് വെള്ളം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ നല്ല ഒരു വാട്ടർ പ്രൂഫിങ് അറേഞ്ച്മെൻറ്റ് ഒക്കെ നമ്മൾ മേൽക്കൂരയിൽ നൽകിയിരിക്കണം. കാരണം വെള്ളം ഉള്ളിലേക്ക് കടന്നാലുള്ള പ്രശ്നം നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മേൽക്കൂരയിലൂടെ ഒന്നും വെള്ളം ഉള്ളിലേക്ക് കടക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കടത്തിവിടാത്ത മെറ്റീരിയൽ കൊണ്ടൊക്കെ റൂഫിന് നമ്മൾ കുറച്ച് അറേഞ്ച്മെൻറ്റ് നൽകണമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു റൂഫിന് വേണ്ട റിക്വയർമെൻറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഇനി പിച്ച്ഡ് റൂഫിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ പഠിക്കാം. എന്താണ് സ്പാന്? സ്പാന് എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെയാണ് സ്പാന്. അകത്തെ ഭിത്തികൾ തമ്മിലുള്ള തിരശ്ചീനമായ അകലമാണ് സ്പാൻ എന്നത്. അപ്പം ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പാൻ മനസ്സിലാകാൻ പറ്റും. ഉള്ളിലത്തെ ഭിത്തികൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സ്പാന്. എന്താണ് റൈസ്?
നോക്കൂ, ഈ വാൾ പ്ലേറ്റ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാറുണ്ടോ? വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വാളിന് ഭിത്തിക്ക് മുകളിൽ നൽകുന്ന ഒരു പ്ലേറ്റാണ് വാൾ പ്ലേറ്റ്. എന്തിനാണ്? ഇപ്പോൾ റൂഫിൻ്റെ മുകളിൽ വരുന്ന ഭാരമൊക്കെ ഈ വാൾ പ്ലേറ്റിലൂടെയാണ് വാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വാൾ പ്ലേറ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇമാജിനറി, അതായത് സാങ്കല്പികമായ ഒരു വരയുണ്ട് അല്ലേ, അതും റിഡ്ജും തമ്മിലുണ്ടാക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസും സ്പാനും കാണാൻ പറ്റും. ഇനി എന്താണ് അടുത്തത്? പിച്ച്. ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം മേൽക്കൂര ഉണ്ടാക്കുന്ന ചരിവ്, അതാണ് പിച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിഡ്ജ്? ഇപ്പം മേൽക്കൂരയുടെ മുകളിൽ അപ്പക്സിൽ നൽകുന്ന മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റിഡ്ജ്. അപ്പം റിഡ്ജ് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിഡ്ജ് കാണാം അല്ലേ. മുകളിൽ അപ്പക്സ് ലൈനിൽ നൽകിയിരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു മെമ്പറാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈവ്സ്? ഈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽക്കൂരയുടെ ഭാഗം ഭിത്തിയിൽ നിന്നും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് ഈവ്സ് എന്ന് പറയുന്നത്. ഈവ്സിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. എന്തിനാണ് ഈവ്സ് നൽകുന്നത്? ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭിത്തിയിലേക്ക് വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈവ്സ് നൽകി വരുന്നത്. ഇതിൽ ഈവ്സ് നൽകിയിട്ടില്ല. അപ്പോൾ റിഡ്ജ് ഇതാ നിങ്ങൾക്ക് നന്നായിട്ട് റിഡ്ജ് കാണാൻ പറ്റും, റിഡ്ജിൻ്റെ ബോർഡ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഹിപ്പ്? ഇപ്പോൾ 2 വ്യത്യസ്തമായ മേൽക്കൂരയുടെ ചെരിവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തുണ്ടാകുന്ന ആംഗിള് 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അതിന് ഹിപ്പ് എന്നാണ് പറയുക. 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അതിന് വാലി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഹിപ്പും വാലിയും നിങ്ങൾക്ക് ഈ ഫിഗറിൽ വേറൊരു ഫിഗറിൽ കാണിച്ചു തരാം. എന്താ വാലി? ഇതാണ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ 2 വ്യത്യസ്തമായ ചെരിവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്തുണ്ടാകുന്ന ആംഗിൾ 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ വാലിയും അല്ലെങ്കിൽ ഹിപ്പും. ഇനി എന്താണ് വേർജ്? വേർജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിഡ്ജും പഠിച്ചു, ഈവ്സും പഠിച്ചുവല്ലോ. അപ്പം റിഡ്ജും ഈവ്സിനും റിഡ്ജ് മുതൽ ഈവ്സ് വരെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗേബിൾ എന്ന ഭാഗത്തിൻ്റെ അറ്റമാണ് വേർജ് എന്ന് പറയുന്നത്. എന്താണ്? ഈവ്സും റിഡ്ജും നമ്മൾ പഠിച്ചതാണ്. ഈവ്സ് മുതൽ റിഡ്ജ് വരെ റണ്ണ് ചെയ്തിരിക്കുന്ന ഗേബിൾ എന്ന ഭാഗത്തിൻ്റെ അറ്റമാണ് വെർജ്. അപ്പം എന്താണ് ഗേബിള്? അപ്പം ഈ ഒരു ഫിഗർ നോക്കൂ. ഈ ഒരു 2 നമുക്കറിയാം, ഇങ്ങനൊരു 2 ഭാഗത്തേക്കും സ്ലോപ്പ് നൽകുമ്പം ഈ ഒരു മുൻഭാഗത്തൊരു ത്രികോണം പോലൊരു ത്രികോണം പോലൊരു ഷേപ്പ് ഫോം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ ഭാഗമാണ് ഗേബിൾ എന്നത്. ഓക്കെ, അപ്പോൾ ഗേബിളിൻ്റെ അറ്റമാണ് വേർജ് എന്ന് പറയുന്നത്. എന്താണ് കോമൺ റാഫ്റ്ററും പ്രിൻസിപ്പൽ റാഫ്റ്ററും? ഇപ്പം മേൽക്കൂര ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 ഭാഗത്തേക്കും ചെരിവ് നൽകുകയാണെങ്കിൽ 2 ഭാഗത്തും നൽകുന്ന പ്രധാനപ്പെട്ട റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴുക്കോലാണ്. ഓക്കെ, അപ്പോൾ ആ 2 ഭാഗത്തും നൽകുന്ന പ്രധാനപ്പെട്ട റാഫ്റ്ററാണ് അഥവാ കഴുക്കോലാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഇനി എന്താണ് കോമൺ റാഫ്റ്റർ? പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ അതേ നീളവും വീതിയുമുള്ള കഴുക്കോലാണ് കോമൺ റാഫ്റ്റർ. ഓക്കെ, കോമൺ റാഫ്റ്റർ എന്ത് ചെയ്യുന്നു? റൂഫ് കവറിങ്ങിനെ താങ്ങി നിർത്തുന്നത് കോമൺ റാഫ്റ്ററാണ്. ഓക്കെ, പർലിനെ താങ്ങി നിർത്തുന്നത് പ്രിൻസിപ്പൽ റാഫ്റ്ററാണ്. അതോടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കോമൺ റാഫ്റ്ററും പ്രിൻസിപ്പൽ റാഫ്റ്ററും ഇതിലെ ഈ ഫിഗറിൽ നന്നായിട്ട് കാണാം. കോമൺ റാഫ്റ്റർ ഇതാ, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇത് നൽകിയിട്ടില്ല. പ്രധാനപ്പെട്ട കഴുക്കോലാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഓക്കെ, ഇനി എന്താണ് ഹിപ്പ് റാഫ്റ്റർ? 2 ചെരിവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗമല്ലേ? മേൽക്കൂരയുടെ 2 വ്യത്യസ്ത ചെരിവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നൽകുന്ന കഴുക്കോലാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ജാക്ക് റാഫ്റ്റർ? ഏറ്റവും നീളം കുറഞ്ഞ കഴുക്കോലാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പർലിൻ? പർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്ജിൻ്റെ അതേ ദിശയിൽ നൽകുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കംപ്രഷൻ മെമ്പറാണ് പർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കംപ്രഷൻ മെമ്പറാണ് പർലിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബാറ്റൺസ്? ബാറ്റൺസ് എന്ന് പറഞ്ഞാൽ റൂഫ് കവറിങ്ങിനെ
താങ്ങി നിർത്തുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ചെറിയ ബ്ലോക്കിനെയാണ് നമ്മൾ ബാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്റേൺസിന് ഇപ്പോൾ ആദ്യം റാഫ്റ്റർ കഴുക്കോലൊക്കെ വെക്കും, അതിന് മുകളിൽ ബാറ്റേൺസ് ഉണ്ടാവും. ബാറ്റേൺസിൻ്റെ മുകളിലാണ് റൂഫ് കവറിങ് വെക്കുന്നത്. ഓക്കെ, ഇത് സാധാരണ മരം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. ഇനി എന്താണ് ക്ലീറ്റ്? ക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർലിനെ അതിൻ്റെ സ്ഥാനത്ത് നിന്നും, പർലിനിപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ പർലിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അത് തടയുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ചെറിയ ബ്ലോക്കുകളാണ്, മരം കൊണ്ട് നിർമ്മിച്ച ബ്ലോക്കുകളാണ് ക്ലീറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗേബിള്? ഗേബിള് നമ്മൾ പറഞ്ഞു, ഒരു വാൾ, അപ്പം ഒരു ത്രികോണാകൃതിയിൽ ഉണ്ടാകുന്ന പിച്ച്ഡ് ആയിട്ടുള്ള മേൽക്കൂരയുടെ അറ്റത്തുണ്ടാവുന്ന ത്രികോണാകൃതിയിലുള്ള ഭാഗമാണ് ഗേബിൾ എന്ന് നമ്മൾ പറഞ്ഞു. അത് അല്ലേ, അതായത് ഭിത്തി, നമ്മൾ പിച്ച്ഡ് റൂഫ് ഉണ്ടാക്കുമ്പോൾ, പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ചെരിവുള്ള മേൽക്കൂരയാണ് പിച്ച്ഡ് റൂഫ്. ആ പിച്ച്ഡ് റൂഫിൻ്റെ ത്രികോണാകൃതിയിലുള്ള ഭാഗമാണ് ഗേബിൾ എന്നത്. ഇനി എന്താണ് ടൈപ്പ് ഓഫ് റൂഫ്? വ്യത്യസ്ത ടൈപ്പ് റൂഫ്. പിച്ച്ഡ് റൂഫുണ്ട്, അല്ലെങ്കിൽ അതിന് സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരിവുള്ള മേൽക്കൂരയാണ് പിച്ച്ഡ് റൂഫ്. എന്താണ് ഫ്ലാറ്റ് റൂഫ്? നിരപ്പായ മേൽക്കൂരയാണ് ഫ്ലാറ്റ് റൂഫ് അല്ലെങ്കിൽ ടെറസ്ഡ് റൂഫ്. എന്താ കർവ്ഡ് റൂഫ്? ഒരു കർവ്ഡ് ആകൃതിയുള്ള റൂഫാണ് കർവ്ഡ് റൂഫ്. അപ്പോൾ പിച്ച്ഡ് റൂഫ് ഞാൻ പറഞ്ഞു, അതായത് ചെരിവുള്ള മേൽക്കൂരയാണ് പിച്ച്ഡ് റൂഫ്. സാധാരണ മഴ, മഞ്ഞ് എന്നിവയൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള റൂഫ് നൽകി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെരിവ് 10 ഡിഗ്രിയിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, പിച്ച്ഡ് റൂഫിൻ്റെ കുറച്ച് ഫോംസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം ലീൻ ടു റൂഫാണ് പറയുന്നത്. ഒരു വശത്തേക്ക് മാത്രം ചെരിഞ്ഞിരിക്കുന്ന റൂഫാണ് ലീൻ ടു റൂഫ്. വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു മേൽക്കൂര കൂടിയാണിത്. അപ്പം നേരത്തെ നമ്മൾ സ്പാൻ പറഞ്ഞല്ലോ, സ്പാൻ വളരെ കുറവാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള റൂഫുകൾ നമ്മൾ നൽകി വരുന്നത്. സാധാരണ വരാന്തയ്ക്കൊക്കെ മുകളിൽ ഇത്തരത്തിലുള്ള റൂഫ് നൽകാറുണ്ട്. അപ്പോൾ ഈ റൂഫിനൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരു ഭിത്തിയുടെ നീളം മറ്റേ ഭിത്തിയുടെ നീളത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ നൽകുന്നത്? നമുക്ക് അനുയോജ്യമായ ചെരിവ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭിത്തിയുടെ നീളത്തിൽ വ്യത്യാസം നൽകുന്നത്. ഇനി എന്താണ് ഗേബിൾ റൂഫ്? 2 ഭാഗത്തേക്കും ചെരിഞ്ഞിരിക്കുന്ന റൂഫാണ് ഗേബിൾ റൂഫ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള മേൽക്കൂര കൂടിയാണിത്. അപ്പോൾ ഈ 2 ചെരിവുകളും റിഡ്ജ് എന്ന ഭാഗത്താണ് തമ്മിൽ കൂടിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 2 മേൽക്കൂരയും റിഡ്ജ് എന്ന ഭാഗത്ത് കൂടിച്ചേരുമ്പം ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു ത്രികോണാകൃതിയിൽ ഒരു ഷേപ്പ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗേബിൾ എൻഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗാംബ്രൽ റൂഫ്? ഈ ഗേബിൾ റൂഫ് പോലെ തന്നെയാണ് ഗാംബ്രൽ റൂഫ്. 2 വശങ്ങളിലേക്കും ചെരിഞ്ഞിരിക്കുന്ന റൂഫാണ്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. 2 ദിശയിലും അതിൻ്റെ ചെരിവിന് ഒരു ബ്രേക്ക് ഉണ്ടാവും. അതായത് തുടർച്ച നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഗാംബ്രൽ റൂഫ്. ഇനി എന്താണ് ഹിപ്പ് റൂഫ്? 4 ഭാഗത്തേക്കും ചെരിഞ്ഞിരിക്കുന്ന റൂഫാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൻസാഡ് റൂഫ്? 4 ഭാഗത്തേക്കും ചെരിഞ്ഞിരിക്കും, പക്ഷേ 4 ഭാഗത്തും അതിൻ്റെ ചെരിവിന് ഒരു ബ്രേക്ക് ഉണ്ടാവും, തുടർച്ച അവിടെ നഷ്ടപ്പെടും. അതാണ് മൻസാഡ് റൂഫ്. ഇനി എന്താണ് ഡെക്ക് റൂഫ്? ഹിപ്പ് റൂഫ് പോലെ തന്നെയാണ് ഡെക്ക് റൂഫ്, പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് ഡെക്ക് റൂഫ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ കാണുന്ന ലീൻ ടു റൂഫാണ്, രണ്ടാമത്തെ ഗേബിളാണ്, മൂന്നാമത്തെ ഹിപ്പാണ്, നാലാമത്തെ ഗാംബ്രലാണ്, പിന്നെ മൻസാഡ്. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് പിച്ച്ഡ് റൂഫിൻ്റെ ഫോംസുകൾ പറയാനുള്ളത്. ഇനി ടൈപ്പ് ഓഫ് പിച്ച്ഡ് റൂഫും ഫ്ലാറ്റ് റൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റൂഫ് കവറിങ് എന്ന ഭാഗമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.